നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം 1 മണിക്കൂറിനുള്ളിലോ അതിൽ കുറഞ്ഞ സമയത്തിലോ നേടിയെടുക്കാൻ ഈ വിദ്യ നിങ്ങളെ സഹായിക്കും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ താഴെ 100% ഗ്യാരണ്ടി. ഇതൊരു സാധാരണ മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കൺമുന്നിൽ ഇത് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ എന്റെ ഒരു വിദ്യാർത്ഥി ഈ കൃത്യമായ വിദ്യ ഉപയോഗിക്കുകയും വെറും 47 മിനിറ്റിനുള്ളിൽ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ജോലി നേടുകയും ചെയ്തു. ഇത് വെറുമൊരു പോസിറ്റീവ് ചിന്തയോ അല്ലെങ്കിൽ എപ്പോഴും അഫർമേഷനുകൾ പറയുന്നതോ അല്ല. ഇത് ഞാൻ കണ്ടെത്തിയ വളരെ ശക്തമായ ഒരു രഹസ്യമാണ്. വേഗത്തിലുള്ള ഫലങ്ങൾക്കായി ഞാൻ ഇതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വഴിയിൽ അംഗങ്ങൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കിടാനും സ്വകാര്യ ഉള്ളടക്കങ്ങൾ ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സൗജന്യ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ഞങ്ങൾ ഉടൻ ആരംഭിക്കുന്നു. ഈ അറിയിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ മൈൻഡ് ഇൻസൈഡർ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചിന്താഗതി മാറ്റാനുള്ള സമയം. ജീവിതം മാറ്റിമറിക്കുന്ന ഈ വിദ്യയിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങളൊരു പ്രധാന കാര്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തണുപ്പുള്ള ശരത്കാലത്തിലോ അല്ലെങ്കിൽ ശാന്തമായ ശൈത്യകാലത്തിലോ ആകട്ടെ, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെങ്ങനെ സ്വന്തമാക്കാമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ ചാനലിൽ ഞാൻ ആരോടും പറയാത്തൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ധ്യാനമുറിയിൽ തികച്ചും സ്തംഭിച്ച അവസ്ഥയിലിരിക്കുകയായിരുന്നു. ഈ മാനിഫെസ്റ്റേഷൻ വിദ്യകളെല്ലാം എനിക്കറിയാമായിരുന്നിട്ടും എന്തോന്ന് കുറവുള്ളതുപോലെ തോന്നി. അപ്പോഴാണ് ഈ ശക്തമായ തിരിച്ചറിവ് എനിക്കുണ്ടായത്. നമ്മൾ മാനിഫെസ്റ്റേഷൻ വളരെ സങ്കീർണമാക്കുകയാണ്. ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത് വെറുമൊരു ടെക്നിക് മാത്രമല്ല, മാനിഫെസ്റ്റേഷനെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലെ പൂർണ്ണമായ മാറ്റമാണ്. സമയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തെറ്റാണ്. നമ്മളിത് തികച്ചും തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് നടക്കണമെന്ന സമയം തീരുമാനിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ അനുവദിക്കുകയാണ്. ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ അത് നാളെ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വരാൻ ആഴ്ചകളെടുക്കുമോ എന്ന് ചിന്തിച്ച് നിങ്ങൾ സമയം കളയുമോ? തീർച്ചയായുമില്ല. കാരണം അത് നാളെ വരുമെന്ന് നിങ്ങൾക്കുറപ്പാണ്. മാനിഫെസ്റ്റേഷനും കൃത്യമായി ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സാധ്യതകളുടെ സംയോജനം എന്ന് ഞാൻ വിളിക്കുന്ന ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങളുടെ മനസ്സ് ഒരു തെർമോസ്റ്റാറ്റ് പോലെയാണ്. നിങ്ങൾ അതിൽ 70 ഡിഗ്രി സെറ്റ് ചെയ്താൽ എന്ത് സംഭവിച്ചാലും അത് ആ താപനില നിലനിർത്തും. അതുപോലെ ഒരു കാര്യം നടക്കാൻ 5 വർഷമെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അത് 5 വർഷം എടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് കൃത്യമായി സൃഷ്ടിക്കും. മനസ്സ് ക്രൂരത കാണിക്കുന്നതല്ല, അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്റെ വിദ്യാർത്ഥിയായ ആഞ്ചലയുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ ശക്തമായൊരു കാര്യം ഞാൻ പങ്കുവയ്ക്കാം. അവൾ 2 വർഷമായി തന്റെ സ്വപ്നജോലി മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ എന്റെ അടുത്തു വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എന്തുകൊണ്ട് 2 വർഷം എന്നാണ്. അവൾ ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു, ഇതിനൊക്കെ ഇത്രയും സമയം എടുക്കില്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അവളുടെ മാനിഫെസ്റ്റേഷൻ സമയത്തെ നിയന്ത്രിച്ചിരുന്നത് ആ ഒരു തെറ്റായ വിശ്വാസമായിരുന്നു. നമ്മുടെ സമയപരിധികൾ എത്രത്തോളം അർത്ഥശൂന്യമാണെന്ന് തെളിയിക്കുന്ന ചില യഥാർത്ഥ ഉദാഹരണങ്ങൾ ഞാൻ തരാം. എലോൺ മസ്ക് ടെസ്ലയിലെ തന്റെ മികച്ച എഞ്ചിനീയർമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ ഒരു നിർമ്മാണ പ്രശ്നം പരിഹരിക്കാൻ 6 മാസം എടുക്കുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ മസ്ക് പറഞ്ഞു, ഇല്ല, നമ്മളിത് 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കും. അവർ അത് ചെയ്തു. ജോൺ എഫ് കെന്നഡി ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ 25 വർഷമെടുക്കുമെന്ന് വിദഗ്ധർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമ്മളിത് 10 വർഷത്തിലോ അതിൽ താഴെയോ സമയത്തിനുള്ളിൽ ചെയ്യും. നമ്മൾ 8 വർഷം കൊണ്ടത് സാധിച്ചു. മാനിഫെസ്റ്റേഷനിൽ സമയം എന്നത് ഒരു മാറ്റമില്ലാത്ത സങ്കല്പമല്ല. അത് ഒഴുകുന്നതാണ്, വഴങ്ങുന്നതാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഉറപ്പിന്റെ തോതനുസരിച്ച് അത് പ്രതികരിക്കും. ചിന്തിച്ചു നോക്കൂ, വെള്ളമുറയാൻ എത്ര സമയമെടുക്കും? നിങ്ങൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വെള്ളം തൽക്ഷണം ഉറഞ്ഞേക്കാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകളും ഇതേപോലെയാണ് പ്രവർത്തിക്കുന്നത്. ശരിയായ സാഹചര്യങ്ങളിൽ ശരിയായ മാനസികാവസ്ഥയിൽ അവ തൽക്ഷണം സംഭവിക്കാം. നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ നിങ്ങളുടെ ഭാവിയിലെ സാധ്യതകളെ തീരുമാനിക്കാൻ അനുവദിക്കുന്നത് നിർത്തുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. കഴിഞ്ഞ പ്രണയബന്ധമുണ്ടാകാൻ എനിക്ക് 3 വർഷമെടുത്തു എന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞേക്കാം. അതിനെന്താ? അത് നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളിലും പഴയ സിസ്റ്റത്തിലുമാണ് പ്രവർത്തിച്ചത്. നമ്മൾ ഇന്ന് പുതിയൊരു സിസ്റ്റം സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ ഉറപ്പിനു മുന്നിൽ സമയം വഴിമാറുന്ന ഒരു പുതിയ യാഥാർത്ഥ്യം. മാസ്റ്റർ ഫോർമുല. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ മാനിഫെസ്റ്റേഷൻ ഫോർമുല ഞാൻ പങ്കുവയ്ക്കാം. ഇതൊരു വെറും ടെക്നിക്കല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പൂർണ്ണമായ മാറ്റമാണിത്.
ഇത് തുടങ്ങുന്നത് വളരെ ലളിതമായ വാക്കുകളിലാണ്. എനിക്ക് തികഞ്ഞ ഉറപ്പുണ്ട്. നിങ്ങൾ എനിക്ക് തികഞ്ഞ ഉറപ്പുണ്ട് എന്നു പറയുമ്പോൾ നിങ്ങൾ വെറുതെ വാക്കുകൾ പറയുകയല്ല, നിങ്ങളുടെ ഒരു അവസ്ഥയെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ പേരിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടാകില്ലല്ലോ. ആ ലെവലിലുള്ള ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഇവിടെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുന്നത് വെറുതെയല്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഞാനിത് പരീക്ഷിച്ചിട്ടുണ്ട്. ഈ 1 മണിക്കൂർ സമയത്തിന് ഒരു മാന്ത്രിക ശക്തിയുണ്ട്. പ്രപഞ്ചത്തിന് സാഹചര്യങ്ങൾ മാറ്റാൻ പര്യാപ്തമായ സമയമാണിത്. എന്നാൽ നിങ്ങളുടെ ബുദ്ധിക്ക് സംശയങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തത്ര കുറഞ്ഞ സമയവുമാണിത്. എന്റെ സ്വന്തം അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. കഴിഞ്ഞ മാസം എനിക്കൊരു പ്രധാന ബിസിനസ് ഡോക്യുമെന്റ് വേണ്ടിയിരുന്നു. സാധാരണയായി ഇതിന് ആഴ്ചകളെടുക്കും. ഉച്ചയ്ക്ക് രാത്രി 2 മണി കഴിഞ്ഞ് 15 മിനിറ്റിന് ഞാൻ എന്റെ ഓഫീസിലിരുന്ന് തികഞ്ഞ ഉറപ്പോടെ പ്രഖ്യാപിച്ചു, പുലർച്ചെ 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഡോക്യുമെന്റ് എന്റെ കയ്യിൽ കിട്ടുമെന്ന്. കൃത്യം പുലർച്ചെ 3 മണി കഴിഞ്ഞ് 2 മിനിറ്റിന് ആ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത ഒരു ഇമെയിൽ എനിക്ക് ലഭിച്ചു. അവർ അത് ആഴ്ചകൾക്ക് മുമ്പ് തയ്യാറാക്കിയിരുന്നെന്നും അയക്കാൻ മറന്നതാണെന്നും പറഞ്ഞ് അയച്ചയാൾ ക്ഷമ ചോദിച്ചിരുന്നു. നിങ്ങൾ മാനിഫെസ്റ്റേഷനെ ഒരു കോസ്മിക് ലോട്ടറി പോലെയല്ല കാണേണ്ടത്. ഗുരുത്വാകർഷണം പോലെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കോസ്മിക് നിയമമാണിത്. നാളെ സൂര്യൻ ഉദിക്കുമെന്ന് നിങ്ങൾ സംശയിക്കാറുണ്ടോ? ഈ ഒരിടത്താണ് മിക്ക ആളുകൾക്കും തെറ്റുപറ്റുന്നത്. ഉറപ്പിന്റെ ഒഴുക്ക്. മാനിഫെസ്റ്റേഷൻ തൽക്ഷണം നടക്കാനുള്ള മാസ്റ്റർ കീ ഞാൻ പരിചയപ്പെടുത്താം. ഉറപ്പിന്റെ ഒഴുക്ക്. ഒരു നദിയിൽ നിൽക്കുന്നത് സങ്കൽപ്പിക്കുക. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നിങ്ങൾ തളരും. എന്നാൽ ഒഴുക്കിനൊപ്പം ചേരുമ്പോൾ നിങ്ങൾ അനായാസം മുന്നോട്ടു പോകും. ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാര്യങ്ങൾ നിർബന്ധിച്ച് നടപ്പിലാക്കുന്നതിനും വെറുതെ കാത്തിരിക്കുന്നതിനുമിടയിലുള്ള കൃത്യമായ സന്തുലിതാവസ്ഥയാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെക്കുറിച്ച് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരിക്കണം. എന്നാൽ അത് എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഒട്ടും വേവലാതിപ്പെടാൻ പാടില്ല. എന്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത മൈക്കിളിന്റെ കഥ പറയാം. അവൻ ഒരു പ്രത്യേക ബിസിനസ് അവസരം നേടിയെടുക്കാൻ കഠിനമായി ശ്രമിക്കുകയായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ ഞാൻ അവനെ ഈ ഉറപ്പിന്റെ ഒഴുക്കിലേക്ക് നയിച്ചു. ആ 1 മണിക്കൂർ സെഷനുള്ളിൽ അവൻ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച മറ്റൊരവസരത്തെക്കുറിച്ചുള്ള ഫോൺ കോൾ അവന് ലഭിച്ചു. ഈ അവസ്ഥയിലെത്തുമ്പോൾ ആഗ്രഹിച്ച കാര്യം ഇതിനകം നേടിയ ഒരാളായി നിങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ അത് കിട്ടുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുകയല്ല, മറിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒഴിവാക്കാനാവാത്തതായി മാറുന്നത്. ഇതൊക്കെ വെറും ടെക്നിക്കുകൾ മാത്രമല്ല, യഥാർത്ഥ ആളുകളുടെ ജീവിതത്തിൽ അവർ വിചാരിച്ചതിലും വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. റെയ്ച്ചലിന്റെ കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണിത്. പൂർണ്ണമായും വിറ്റുതീർന്ന വേൾഡ് സീരീസ് ടിക്കറ്റുകൾ ഞങ്ങൾക്ക് വേണമായിരുന്നു. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ 3 ടിക്കറ്റുകൾ കിട്ടുമെന്ന് എനിക്ക് തികഞ്ഞ ഉറപ്പുണ്ട് എന്ന് റേച്ചൽ പറഞ്ഞു. വെറും 10 മിനിറ്റിനുള്ളിൽ അവൾ വെബ്സൈറ്റ് റിഫ്രഷ് ചെയ്തപ്പോൾ ആ 3 ടിക്കറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. വിറ്റയാൾ ആ നിമിഷം അത് അവിടെ പോസ്റ്റ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ തോന്നിയിട്ടാണ് തങ്ങൾ ആ നിമിഷം അത് പോസ്റ്റ് ചെയ്തതെന്ന് പിന്നീട് അവർ പറഞ്ഞു. മറ്റൊരു കഥ കൂടിയുണ്ട്. 17 മാസമായി സംസാരിക്കാതിരുന്ന മുൻ കാമുകൻ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ വിളിക്കുമെന്ന് എന്റെ വിദ്യാർത്ഥിനിയായ ആഞ്ചല പ്രഖ്യാപിച്ചു. അവൻ ആ മണിക്കൂറിനുള്ളിൽ വിളിച്ചു എന്ന് മാത്രമല്ല, ഇന്നവർ വിവാഹിതരാണ്, അവർക്കൊരു കുഞ്ഞുമുണ്ട്. പ്രപഞ്ചം അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക മാത്രമല്ല, അവളുടെ പ്രതീക്ഷകൾക്കപ്പുറം അത് നിറവേറ്റുകയും ചെയ്തു. ഇതിനു പിന്നിലെ ശാസ്ത്രം. നിങ്ങൾ ഈ തികഞ്ഞ ഉറപ്പിന്റെ അവസ്ഥയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ തരംഗങ്ങൾ ഗാമ സ്റ്റേറ്റിലേക്ക് മാറുന്നു. പതിറ്റാണ്ടുകളായി ധ്യാനിക്കുന്നവർക്ക് ലഭിക്കുന്ന അതേ അവസ്ഥയാണിത്. സംശയിക്കുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെയും പരാജയത്തിന്റെയും സാധ്യതകൾ സൃഷ്ടിക്കുന്നു. എന്നാൽ എനിക്ക് ഉറപ്പുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ പരാജയത്തിന്റെ എല്ലാ സാധ്യതകളെയും നിങ്ങൾ ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് മെച്ചപ്പെടുന്നു, സ്ട്രെസ് ഹോർമോണുകൾ കുറയുന്നു, സ്വീകരിക്കാൻ നിങ്ങളുടെ ശരീരം തികച്ചും സജ്ജമാകുന്നു. നിങ്ങളുടെ കാറിലെ GPS എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങളൊരു ലക്ഷ്യസ്ഥാനം നൽകിയാൽ അത് അവിടെ എത്തുമെന്ന് പ്രത്യാശിക്കുകയോ ആഗ്രഹിക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾക്കവിടെ എത്താൻ സാധിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പോടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാന നിയമങ്ങൾ. 1. നിങ്ങളുടെ ഫോൺ നിരന്തരം പരിശോധിക്കരുത്. നിങ്ങൾ ഉറപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും നിങ്ങളുടെ ഫോണോ ഇമെയിലോ പരിശോധിക്കരുത്. അത് സംശയവും തടസ്സവും ഉണ്ടാക്കും. നിങ്ങൾ നാളത്തേക്കൊരു സാധനം ഓർഡർ ചെയ്താൽ ഓരോ 5 മിനിറ്റിലും ട്രാക്കിംഗ് പരിശോധിക്കുമോ? ഇല്ല. ഞാൻ ആദ്യം ഇത് പരീക്ഷിച്ചപ്പോൾ അടിക്കടി പോയി നോക്കുമായിരുന്നു, ഫലമൊന്നും ഉണ്ടായില്ല. കാരണം അപ്പോൾ ഞാൻ ഉറപ്പിന്റെ അവസ്ഥയിലായിരുന്നില്ല, ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയായിരുന്നു. 2. മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയരുത്. ഈ 1 മണിക്കൂർ സമയം മറ്റുള്ളവരോട് നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് പറയാതിരിക്കുക. അവരുടെ സംശയങ്ങൾ നിങ്ങളുടെ പ്രക്രിയയെ ബാധിച്ചേക്കാം. ഇത് നിങ്ങളുടെ മാത്രം ലോകമാണ്. 3. നിങ്ങളുടെ സാധാരണ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 1 മണിക്കൂറിൽ നിങ്ങളുടെ സാധാരണ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക.
ശ്വസിക്കുന്നതുപോലെ ഇത് സ്വാഭാവികമായിരിക്കണം. നിങ്ങളുടെ അടുത്ത ശ്വാസം വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുപോലെ ഈ കാര്യത്തിലും തികഞ്ഞ ഉറപ്പ് മാത്രം മതി. ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. നാളെയോ അടുത്ത ആഴ്ചയോ അല്ല, ഇത് ഇന്ന് തന്നെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായും വന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഓരോന്നും വായിക്കും. അടുത്ത തവണ കാണുന്നതുവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തുടരുക, വിശ്വസിക്കുക, ഏറ്റവും പ്രധാനമായി എന്തിലും തികഞ്ഞ ഉറപ്പുള്ളവരായിരിക്കുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. മൈൻഡ് ഇൻസൈഡർ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഏറ്റവും പുതിയ വീഡിയോ തീർച്ചയായും കാണുക. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ പ്രക്രിയയെ എങ്ങനെ വേഗത്തിലാക്കുന്നു എന്ന് ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള എന്റെ ഏറ്റവും മികച്ച വീഡിയോ ആയി നിങ്ങൾക്കതിനെ കണക്കാക്കാം.